അമേരിക്ക എന്ന രാജ്യം ലോക പോലീസായി മാറിയത് എങ്ങനെയാണ്? ആണവായുധങ്ങളടക്കം മറ്റ് രാജ്യങ്ങളെ മറികടക്കുന്ന ആയുധശക്തിയാണ് ഒരു കാരണം. ഈ ആയുധ സമാഹരണം നടത്താൻ ആ രാജ്യത്തെ പ്രാപ്തമാക്കുന്ന സാമ്പത്തിക ശേഷിയാണ് രണ്ടാമത്തെ കാരണം. ലോക സാമ്പത്തിക അച്ചുതണ്ട് നിയന്ത്രിക്കാൻ അമേരിക്കയെ പ്രാപ്തമാക്കുന്നത് സാർവദേശീയമായി അംഗീകാരം ലഭിക്കുന്നതും മൂല്യം കൽപ്പിക്കുന്നതുമായ അമേരിക്കൻ കറൻസി ഡോളർ എന്ന തുറുപ്പുചീട്ടുമാണ്. ഡോളറിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ പിന്നെ അമേരിക്കയ്ക്ക് സൈനിക ശേഷിയുമില്ല, വിലപേശൽ ശക്തിയുമില്ല എന്ന് ചുരുക്കം. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് സമീപഭാവിയിൽ അമേരിക്ക എത്തിപ്പെടുമെന്നാണ് പുതിയ സൂചനകൾ പുറത്തുവരുന്നത്. ഡി ഡോളറൈസേഷൻ എന്നത് ഒരു വിദൂര സാധ്യതയെന്നാണ് കരുതപ്പെട്ടതെങ്കിൽ ഭാരതമടക്കമുള്ള രാജ്യങ്ങൾ അതിപ്പോൾ മുദ്രാവാക്യമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡോളറിന് ഇത്ര മൂല്യവും സ്വീകാര്യതയും ഉണ്ടായത്? നിലവിൽ ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അമേരിക്കൻ ഡോളർ ലഭിക്കുന്നതിന് നാം 94 രൂപ മുടക്കണം. ഇത് മറ്റൊരു തരത്തിൽ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതായും മനസ്സിലാക്കാം. കുവൈറ്റ് ദിനാറാണ് ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കറൻസിയെങ്കിലും ഏറ്റവും പ്രചാരവും സ്വീകാര്യതയും ഉള്ളത് നിലവിൽ അമേരിക്കൻ ഡോളറിന് തന്നെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ സവിശേഷ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യമാണ് ഡോളറിനെ ലോക ജേതാവാക്കിയത്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പിറവിയെടുത്ത സ്പാനിഷ് പെസോ പിന്നീട് 4 നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഡോളർ എന്ന രൂപത്തിൽ 1792 അമേരിക്കൻ കറൻസിയായി മാറിയത്. പിന്നീട് സ്വർണത്തിന് വിലവർധന ഉണ്ടായപ്പോൾ 1900 ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം ഡോളറിൻ്റെ മൂല്യം സ്വർണവുമായി ബന്ധിപ്പിച്ചു. 20.67 ഡോളറായിരുന്നു അന്ന് 1 ഔൺസ് സ്വർണത്തിൻ്റെ വില. 1913 അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നിലവിൽ വരികയും ഡോളറിൻ്റെ മൂല്യവും ക്രയവിക്രയവും നിയന്ത്രിക്കാനും ആരംഭിച്ചു. പിന്നീട് ഓഹരി വിപണിയിൽ ഉണ്ടായ തകർച്ചയെ തുടർന്ന് നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ തിരഞ്ഞെടുക്കുകയും ഡോളറിൻ്റെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തു. ഡോളറിനെ രക്ഷപ്പെടുത്താൻ 1933 പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഡോളറിന് പകരം പൊതുജനങ്ങൾ സ്വകാര്യ സ്വർണശേഖരം കൈമാറണമെന്ന ഉത്തരവിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം സൂക്ഷിക്കുന്ന സുരക്ഷാ നിലവറയായ ഫോർട്ട് നോക്സ് പിറവിയെടുത്തതും ഇങ്ങനെയാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ സവിശേഷ സാഹചര്യം ഡോളറിനെ കൂടുതൽ ശക്തമാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 44 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്താരാഷ്ട്ര നാണയ വ്യവസ്ഥമായ ബ്രൈറ്റൺ വുഡ്സ് കരാർ പ്രകാരം ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കുകയും മറ്റ് കറൻസികളെ ഡോളറുമായി സ്ഥിരമായ നിരക്കിൽ ബന്ധിപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക് എന്നിവയുടെ രൂപീകരണവും ഈ കരാർ വഴി തുറന്നു. ബ്രൈറ്റൺ വുഡ്സ് കരാർ പ്രകാരം 1 ഔൺസ് സ്വർണത്തിന് $35 എന്ന നിരക്ക് നിശ്ചയിച്ചു. ഡോളറിന് പകരം സ്വർണം നൽകുമെന്ന ഉറപ്പ് അമേരിക്ക നൽകിയതോടെ ലോകരാജ്യങ്ങളുടെ പ്രധാന കരുതൽ ശേഖരമായി ഡോളർ മാറി. 1971 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിനെ സ്വർണ്ണ നിലവാരത്തിൽ നിന്ന് മാറ്റി. അതോടെ ഡോളറിൻ്റെ മൂല്യം സ്വർണത്തിന് പകരം മറ്റു വിദേശ കറൻസികളുമായി താരതമ്യം ചെയ്യാം എന്ന സ്ഥിതി വന്നു. പക്ഷേ ഡോളറിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള പിടിവള്ളി അമേരിക്കയുടെ കയ്യിൽ വൈകാതെ വന്നു. 1974 സൗദി അറേബ്യയുമായി അമേരിക്ക പെട്രോ ഡോളർ കരാറിൽ ഏർപ്പെട്ടു. കരാർ പ്രകാരം സൗദി അറേബ്യ അവരുടെ എണ്ണ വ്യാപാരം പൂർണ്ണമായി ഡോളറിൽ നടത്തും. എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യും. പകരം അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് സൗദിക്ക് സുരക്ഷ ഒരുക്കും. സൗദി എണ്ണ വ്യാപാരം പൂർണ്ണമായി ഡോളറിൽ നടത്തിയതോടെ മറ്റ് ഒപെക് രാജ്യങ്ങളും ഈ പാത പിന്തുടർന്നു. ഡോളർ ഇല്ലെങ്കിൽ എണ്ണയില്ല എന്നതായി നയം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഇനം എന്ന നിലയിൽ എണ്ണ വ്യാപാരത്തിന് സ്ഥിരമായ ഒരു കറൻസി വേണമായിരുന്നു. മിക്ക രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകളിൽ ഡോളർ കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്നതിനാൽ എണ്ണ വ്യാപാരം സുഗമമാകുന്നതിനും സഹായകരമായി. അതത് രാജ്യങ്ങൾ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നതിന് ഗ്യാരണ്ടി എന്ന നിലയിലാണ് സ്വർണമോ ഡോളറോ കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്നത്. നമ്മുടെ റിസർവ് ബാങ്കിൽ ഇത്തരത്തിൽ $703.31 ബില്യൺ കരുതൽ ശേഖരമുണ്ടെന്നാണ് കണക്ക്.
ലോകരാജ്യങ്ങളിലെ വിവിധ ബാങ്കുകൾ ഡോളറിൽ ഇടപാട് നടത്തുന്നതിന് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന സംവിധാനം അഥവാ സ്വിഫ്റ്റ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പണമിടപാട് നടത്തുന്നത് ഈ സംവിധാനം വഴിയാണ്. ഏതെങ്കിലും രാജ്യം ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഡോളർ വഴി ഇടപാട് നടത്തുക ശ്രമകരമായിരിക്കും. ഇത്തരത്തിൽ ലോകം അടക്കി ഭരിച്ചിരുന്ന അമേരിക്കൻ ഡോളറിൻ്റെ അപ്രമാദിത്വമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡോളറൈസേഷൻ എന്നത് പൊടുന്നനെ നടക്കുന്ന ഒരു സംഗതിയല്ല. ക്രമാനുഗതമായി നടപ്പിലാക്കപ്പെടേണ്ട ആ ലക്ഷ്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ ഘട്ടം ഘട്ടമായി നീങ്ങുകയാണ്. പെട്രോ ഡോളർ എന്ന പിടിവള്ളി അമേരിക്കയ്ക്ക് നഷ്ടമാവുകയും എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ പ്രാദേശിക കറൻസിയിലോ ചൈനീസ് യുവാനിലോ ഇടപാട് ആരംഭിച്ചതുമാണ് ഇതിൽ സുപ്രധാനം. അമേരിക്കയുമായി 50 വർഷമായി ഉണ്ടായിരുന്ന പെട്രോ ഡോളർ കരാറിൽ നിന്ന് സൗദി അറേബ്യ പിന്മാറി. ഡോളറിനെ മാത്രം ആശ്രയിക്കാതെ ഇക്കാര്യത്തിൽ വൈവിധ്യവൽക്കരണം വേണമെന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് സൗദി വിലയിരുത്തി. കൂടാതെ സൗദിയുടെ എണ്ണയുടെ പ്രധാന ഉപഭോക്താവ് ചൈനയായതിനാൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കറൻസി എന്ന നിലയിൽ ചൈനീസ് യുവാൻ അംഗീകരിക്കുകയും ചെയ്തു. യൂറോയിലും ജപ്പാനീസ് കറൻസി യെന്നിലും സൗദി ഇടപാട് നടത്തുന്നുണ്ട്. സെൻട്രൽ ബാങ്കുകൾ ഡിജിറ്റൽ കറൻസികൾ വിനിമയം നടത്തുന്ന പദ്ധതിയിലും ഡോളർ വിരുദ്ധ കൂട്ടായ്മയായ ബ്രിക്സ് അംഗത്വം നേടിയതും സൗദി ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. കൂടാതെ ഡോളറിനെ അമേരിക്ക സമ്മർദ്ദതന്ത്രമായും യുദ്ധോപകരണമാക്കുന്നതിലും സൗദിയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ശക്തമായ വിയോജിപ്പും ഉണ്ട്. മറ്റൊരു എണ്ണ ഉൽപ്പാദക രാജ്യമായ റഷ്യ ഭാരതവുമായി ഇടപാട് നടത്തിയത് പ്രാദേശിക കറൻസിയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലെ ഇടപാടിൻ്റെ 96% രൂപയിലും റൂബിളിലുമായാണ് നടന്നത്. റഷ്യയ്ക്ക് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധത്തെ മറികടക്കാൻ ഇതായിരുന്നു വഴി. ഡോളർ വിനിമയത്തിനായുള്ള സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് റഷ്യയെ പുറത്താക്കുകയും ചെയ്തിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇടപാടുകാർക്ക് ലഭിക്കുന്ന രൂപ ഭാരതത്തിൽ തന്നെ നിക്ഷേപിക്കാൻ റിസർവ് ബാങ്ക് അവസരമൊരുക്കി. റഷ്യയിലേക്കുള്ള പണം അടവിൽ ഒരു ഭാഗം ചൈനീസ് കറൻസിയായ യുവാനിൽ നൽകുകയും ചെയ്തു. റഷ്യയുമായുള്ള ഇടപാടിൽ ഭാരതം നേരിടുന്ന വ്യാപാര കമ്മി പരിഹരിക്കുന്നതിനും രൂപ റഷ്യൻ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യുവാൻ കറൻസിയെ നാം ആശ്രയിച്ചത്. ഡോളറിന് എതിരെ ഭാരതവും റഷ്യയും ചൈനയും കൈകോർക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയായിരുന്നു ഇത്. നിലവിൽ അമേരിക്കയുമായി വിയോജിപ്പുള്ളതും ഉപരോധം നേരിടുന്നതുമായ രാജ്യങ്ങൾ പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾ ഡോളറിന് ബദലായി ചൈനീസ് കറൻസിയായ യുവാനെ കരുതൽ നിക്ഷേപമായി കണക്കാക്കാനും തുടങ്ങി. അമേരിക്ക നിയന്ത്രിച്ചിരുന്ന ഏകധ്രുവ ലോകക്രമം ഏഷ്യയിൽ ചൈനയുടെ നേതൃത്വത്തിൽ ബഹുധ്രുവ ലോകക്രമമായി പരിണമിക്കുകയാണെന്നതാണ് ചുരുക്കം. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആരംഭിച്ച യുദ്ധം ഡോളർ വിരുദ്ധ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാൻ 7 വർഷങ്ങൾക്ക് ശേഷം ഭാരതവുമായി എണ്ണ വ്യാപാരം നടത്തി. ഇതിൻ്റെ ഇടപാട് നടന്നത് ചൈനീസ് കറൻസിയിൽ ആയിരുന്നു. ചൈനയിലെ ഷാങ്ഹായിലെ ICICI ബാങ്ക് ശാഖ വഴിയായിരുന്നു ഇതിൻ്റെ ഇടപാട് നടന്നത്. ലോകരാജ്യങ്ങൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് തിരിയുന്നതാണ് ഡോളറിന് മറ്റൊരു വെല്ലുവിളി. ഇത് ഡോളറിൻ്റെ ഡിജിറ്റൽ രൂപത്തിലുള്ള പ്രസക്തി വർദ്ധിപ്പിക്കുമെങ്കിലും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡോളർ കറൻസികളുമായി ബന്ധമില്ല. തൽക്കാലം ഡോളർ സുരക്ഷിത ആസ്തിയായി തുടർന്നേക്കുമെങ്കിലും അത് ശാശ്വതമല്ലെന്ന് ചുരുക്കം. ഓരോ രാജ്യങ്ങളും സ്വന്തം നിലയിൽ ഡിജിറ്റൽ കറൻസികൾ വികസിപ്പിക്കുകയും അത് വിനിമയത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഡോളറിൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. നിലവിലെ ഡോളർ അധിഷ്ഠിത സംവിധാനമായ സ്വിഫ്റ്റിനേക്കാൾ വേഗതയും കുറഞ്ഞ ചെലവും ഡിജിറ്റൽ കറൻസിയിലേക്ക് തിരിയാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഡോളറിനുള്ള അവസാന ആണി എന്ന നിലയിലാണ് ബ്രിക്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പൊതു കറൻസി. നിലവിൽ ഇത് പുറത്തിറക്കിയിട്ടില്ലെങ്കിലും ഡിജിറ്റൽ രൂപത്തിൽ ഇത്തരത്തിലൊരു കറൻസി കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക് എന്ന ഡോളർ വിരുദ്ധ കൂട്ടായ്മയിൽ ദക്ഷിണാഫ്രിക്കയും ചേർന്ന് ബ്രിക്സ് ആയി. പിന്നീടും അംഗബലം വർദ്ധിച്ചു. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും ഇപ്പോൾ സ്ഥിരാംഗങ്ങളായി ഉണ്ട്. ബെലാറസ്, ബൊളീവിയ, കസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലാൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ
ഈ കൂട്ടായ്മയുടെ പങ്കാളികളാണ്. ലോക GDPയുടെ 37% സംഭാവന ചെയ്യുന്ന ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ എടുക്കുന്ന തീരുമാനം അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. ഡോളറൈസേഷൻ നീക്കം ബ്രിക്സ് ശക്തമാക്കുകയും ബദൽ കറൻസി സാധ്യതകൾ ആരായുകയും ചെയ്തതോടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അപകടം മണത്തു. ഡോളറിന് ബദലായി മറ്റൊരു കറൻസി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% താരിഫ് ചുമത്തുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. അമേരിക്കൻ വിരുദ്ധ നീക്കം നടത്തുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ 10% തീരുവയും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡോളറിനെതിരായ നീക്കം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് എതിരാണെന്നും ട്രംപ് വ്യക്തമാക്കി. ബ്രിക്സ് അംഗരാജ്യമായ ബ്രസീൽ പ്രസിഡന്റ് ലുലാ ലാ ഡിസിൽവ ട്രംപിൻ്റെ ഭീഷണി പരസ്യമായി തള്ളിക്കളയുകയും ചെയ്തു. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ട്രംപിന് അവകാശമില്ലെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അതത് രാജ്യങ്ങളുടെ പരമാധികാരത്തിൻ്റെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡോളറിനെതിരെ ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ പൊതു കറൻസി കൊണ്ടുവരണമെന്നും ഭാരതവുമായുള്ള ഇടപാടുകൾക്ക് രൂപയും റിയാലും ഉപയോഗിക്കാമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഡോളർ രൂപയ്ക്ക് വെല്ലുവിളിയാണെങ്കിലും ഭാരതം ഇക്കാര്യത്തിൽ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഡോളർ വിനിമയത്തിൽ രൂപയ്ക്ക് വലിയ തകർച്ച നേരിടുകയും വിനിമയ നിരക്ക് 94-ന് മുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. യുദ്ധം അടക്കമുള്ള ആഗോള സാഹചര്യവും എണ്ണവില വർധന അടക്കമുള്ള സാഹചര്യങ്ങളുടെ ഭാഗവുമായാണ് രൂപയ്ക്ക് വിലത്തകർച്ച ഉണ്ടായതെന്നും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് ഡോളർ ശക്തമാകാൻ കാരണമായെന്നുമാണ് വിലയിരുത്തൽ. ഈ പ്രതിഭാസം താൽക്കാലികമാണെന്നും വികസ്വര രാജ്യങ്ങളിലെ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ നില ഭദ്രമാണെന്നും ധനമന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. ഡോളറൈസേഷൻ പ്രധാന അജണ്ടയായി ലോകരാജ്യങ്ങൾ സ്വീകരിക്കാൻ പ്രധാന കാരണം ഡോളറിനെ അമേരിക്ക ആയുധമായി ഉപയോഗിക്കുകയും അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യം അമേരിക്കയ്ക്ക് അനുകൂലമായി മാറ്റിമറിക്കുന്നതിലുള്ള പ്രതിഷേധവുമാണ്. രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തുന്ന വ്യാപാര ഉപരോധങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിബന്ധം മറികടക്കുകയും വേണം. ഡിജിറ്റൽ കറൻസി, ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ കൊണ്ടുവരുന്ന പൊതു കറൻസി എന്നിവ വഴി ഡോളറിനോടുള്ള ആശ്രയത്വം ഇല്ലാതാക്കാം. എന്നാൽ ഡോളറിനെ പൂർണ്ണമായി അവഗണിച്ച് സ്വതന്ത്രമായ സാമ്പത്തിക ക്രമം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ലെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയെ അനിഷേധരാക്കുന്നതിൽ ഡോളറിനുള്ള പങ്ക് വ്യക്തമാണ്. ഡോളർ അപ്രസക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെടും. ഏകധ്രുവ ലോകം എന്ന അധികാര കേന്ദ്രത്തിൽ നിന്ന് ബഹുധ്രുവ ലോകം സാധ്യമാകുമ്പോൾ അവിടെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നീതിയും അവസരവും സാധ്യമാവുകയും ചെയ്യും. അത്തരം ഒരു ലോകക്രമത്തിൽ ഭാരതത്തിന് സുപ്രധാന പങ്കുവഹിക്കാനും സാധിക്കും.